ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരുതി സുസുക്കി 800 ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് പെഡൽ നല്ല രീതിയിൽ താന്നു പോകുന്നുണ്ട്. അതാണ് കംപ്ലയിൻറ്റ്. അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡിന് നല്ല രീതിയിലുള്ള കുറവുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബ്രേക്ക് ഫ്ലൂയിഡ് ഏകദേശം മാക്സിമത്തിൻ്റെ അടുത്താണ്, മിനിമത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് താഴെ അറ്റം പറ്റിയാണ് ബ്രേക്ക് ഫ്ലൂയിഡ് നിൽക്കുന്നത്. അത് ബ്രേക്ക് ഫ്ലൂയിഡിന് നല്ല രീതിയിലുള്ള കുറവും ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. വേറെ ഫ്രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ബാക്കിൽ നിന്നോ വീൽ സിലിണ്ടർ ഭാഗത്തു നിന്നോ വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഭാഗം, ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ നിന്ന് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് പെഡൽ വരുന്നത്. ബ്രേക്ക് പെഡലിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിലുള്ള ലീക്ക് കാണുന്നത്, താഴോട്ട് ഇങ്ങനെ ഒലിച്ച് ബ്രേക്ക് ഫ്ലൂയിഡ് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ റോഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ദ്രവിച്ച്, അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് വീണ്ടും ദ്രവിച്ചിരിക്കുന്ന അവസ്ഥയും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ എൻഡ് ഇങ്ങോട്ട് വരുന്നത്. ഈ എൻഡ് വന്നിട്ട് ഈ പെഡലിലാണ് അറ്റാച്ച് ആയിട്ടിരിക്കുന്നത്. അതായത് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഈ പെഡൽ താഴോട്ട് പോയിട്ടാണ് ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്തിട്ട് ബ്രേക്ക് വർക്ക് ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ മാസ്റ്റർ സിലിണ്ടറിനകത്ത് വാഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഷറൊക്കെ പോകുന്ന സമയത്താണ് ഈ ലീക്ക് വരുന്നത്. നേരത്തെ നമുക്ക് മാസ്റ്റർ സിലിണ്ടറിൻ്റെ മേജർ കിറ്റും മൈനർ കിറ്റും ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മേജർ കിറ്റും മൈനർ കിറ്റും ഒന്നും വാങ്ങിക്കാനായിട്ട് കിട്ടില്ല. ഇപ്പോൾ അസംബ്ലിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ മേജർ കിറ്റ് മാറിയാലും മൈനർ കിറ്റ് മാറിയാലും ഇതിൻ്റെ സിലിണ്ടറിന് തടമുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിൽ കണ്ട ആ സിലിണ്ടറിനകത്ത് കുഴി പോലെ തടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കിറ്റ് ഇട്ടാലോ മേജർ കിറ്റോ മൈനർ കിറ്റോ ഇട്ട് കഴിഞ്ഞാൽ അത് നിൽക്കില്ല. അപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ സിലിണ്ടർ മാറാനായിട്ട് നമുക്ക് മാസ്റ്റർ സിലിണ്ടർ അയച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇതിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്. ഈ പിന്ന് നമ്മൾ വിടിയിച്ചിട്ട് ഈ പിന്ന് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഈ വരുന്ന സെൻറ്റർ പിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പിന്ന് പ്ലെയർ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഊരിയെടുക്കാം. ഇത് ഈ രണ്ട് സൈഡും നേരെയാക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലോട്ട് ഈ പിന്ന് ഊരി വരും. അപ്പോൾ ഇതിൻ്റെ പിന്ന് ഊരി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പിന്ന് വരുന്നത്, അതായത് ഈ ഭാഗത്ത് ഈ ഹോളിൽ കൂടെ കയറ്റിയിടുന്ന പിന്ന് വരുന്നത്. ഇനി നമുക്ക് ഇത് ഊരിയെടുക്കാനായിട്ട് ഇതിനെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഈ പിന്ന് സെൻറ്റർ പിന്നിങ് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പിന്ന് വരുന്നത്. ഇതിൻ്റെ ഈ മറ്റേ സൈഡിൽ ലോക്ക് ചെയ്യുന്ന പിന്ന് വരുന്നത് ഇതിനുള്ളിലായിട്ടാണ് ഇതിൻ്റെ ലോക്ക് ചെയ്യുന്ന പിന്ന് വരുന്നത്. ഇത് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ആംഗിൾ വന്നിട്ട് ഈ സൈഡിൽ വന്നിട്ട് ടച്ചായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. അതായത് കറങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ഒരു ലോക്ക് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ പെഡലിൽ നിന്ന് ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. പെഡലിൻ്റെ ഹോളും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന്, എഞ്ചിൻ റൂമിൻ്റെ സൈഡിൽ നിന്ന് ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ നമുക്ക് അയച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ എയർ ഫിൽറ്റർ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മാസ്റ്റർ സിലിണ്ടർ അയച്ചെടുക്കാനായിട്ട്. അപ്പോൾ മാസ്റ്റർ സിലിണ്ടർ അഴിക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബ്രേക്ക് പൈപ്പിൻ്റെ ടൂൾ അഴിക്കുന്ന കറക്റ്റ് ടൂൾ തന്നെ വെച്ച് അഴിക്കുക. ഓക്കെ, ഇത് 10 ഇതിൻ്റെ സൈസ് വരുന്നത്. ഈ കറക്റ്റ് ബ്രേക്ക് പൈപ്പിൻ്റെ ടൂൾ തന്നെ വെച്ച് അഴിക്കുക. ഇവിടെ വരുന്ന ബോൾട്ടിൻ്റെ ഇവിടെ വരുന്ന നട്ടാണ്. ആ നട്ടിൻ്റെ സൈസ് വരുന്നത് 12 വരുന്നത്. 12ൻ്റെ ഇവിടെ ഒരു നട്ട് വരും, ഇവിടെ ഒരു നട്ട് വരും. അതിൻ്റെ ഇടയ്ക്കായിട്ടൊരു സ്പ്രിംഗ് വാഷറും കാണും. അപ്പോൾ അത് നമുക്ക് അഴിച്ചെടുക്കാം. എന്തായാലും മാസ്റ്റർ സിലിണ്ടർ അഴിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഇതിൻ്റെ കപ്പ് നമുക്ക് ഇങ്ങോട്ട് ഊരി മാറ്റണം. ഊരി മാറ്റിയിട്ട് വേണം നമുക്ക് ഈ മാസ്റ്റർ സിലിണ്ടർ അഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ മാസ്റ്റർ സിലിണ്ടർ വരുന്ന സമയത്ത് മാസ്റ്റർ സിലിണ്ടർ മാത്രമായിട്ടാണ് വരുന്നത്. ഈ കപ്പ് നമുക്ക് ഇതിൻ്റെ ഫ്ലൂയിഡ് ടാങ്ക് വന്നിട്ട് നമുക്ക് ഇത് തന്നെ അഴിച്ച് പുതിയ മാസ്റ്റർ സിലിണ്ടറിലോട്ട് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും മാസ്റ്റർ സിലിണ്ടർ അഴിച്ച് നമുക്ക് പുറത്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ അഴിച്ച് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ വരുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഫുള്ളായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതായത് കറക്റ്റ് സമയത്ത് ഫ്ലൂയിഡ് മാറാതെ വരുന്ന ഒരു അവസരത്തിലൊക്കെയാണ് ഈ സിലിണ്ടർ പെട്ടെന്ന് പോകാനുള്ള ചാൻസ്. ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് അഴുക്കും കാര്യങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇതിനകത്തോട്ട് കട്ടിക്ക് പേസ്റ്റ് പോലെ ഉള്ള അഴുക്കാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിനകത്തോട്ട് നോക്കിയാൽ ഫുള്ളായിട്ട് അഴുക്കും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. ഇതേണ്ട നല്ല രീതിയിൽ, അതായത് കാലങ്ങളായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് മാറാതെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടും. പെട്ടെന്ന് സിലിണ്ടർ, ഏത് വണ്ടിയായാലും പെട്ടെന്ന് സിലിണ്ടർ പോകാനുള്ളൊരു കാരണം, കാലങ്ങളായിട്ട് ഇത് ബ്രേക്ക് ഫ്ലൂയിഡ് മാറാണ്ട് ഇത് തുരുമ്പിടിച്ച് അങ്ങനെയാണ് ഈ അഴുക്ക് വരുന്നത്. ഈ അഴുക്ക്, ഈ തരി പോലുള്ള അഴുക്ക് വരുമ്പോൾ ഇതിനകത്ത് സിലിണ്ടറുകൾ ഡാമേജ് ആവാൻ തോന്നും. അതുപോലെ തന്നെ വാഷറിന് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ വാഷറിൻ്റെ ഭാഗത്തു നിന്ന് ലീക്കും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് അഴുക്ക് പിടിച്ച്, നല്ല രീതിയിൽ അഴുക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളാണ് ഇതിനകത്ത് നിൽക്കുന്നത്. നമ്മൾ ഈ ബൂട്ട് ഇങ്ങോട്ട് ഇളക്കുമ്പോൾ തന്നെ ഇത് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ അഴിച്ചുവിടാം. കറക്റ്റ് സമയത്ത് തന്നെ ഫ്ലൂഡ് മാറി കഴിഞ്ഞാൽ വേറെ മാസ്റ്റർ സിലിണ്ടറും അതുപോലെ തന്നെ വീൽ സിലിണ്ടറൊക്കെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഫ്ലൂഡ് കറക്റ്റായിട്ട് മാറാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടും വരുന്നത്, ചെളി അഴുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഈ ടാങ്ക് അഴിച്ചിട്ട് നല്ല രീതിയിൽ ഇത് ക്ലീൻ ചെയ്ത് വിടണം. അപ്പോൾ ഈ ഒരു സ്ക്രൂ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രൂ, ഈ 2 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ 2 സ്ക്രൂവും അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള നീളത്തിലുള്ള 2 സ്ക്രൂ ആയിരിക്കും ഇതിൻ്റെ ടാങ്കിന് വരുന്നത്. അതിനുശേഷം നമുക്കിതിങ്ങനെ ഫ്രീ ആയിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ടാങ്ക് ഇങ്ങനെ ഊരി വരും. ഇനി ഈ ടാങ്കിനകത്ത് അഴുക്കും കാര്യങ്ങളും ഈ കാണുന്ന ചേറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളയണം. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് എയർ അടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ അഴുക്കും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഇത് ക്ലീൻ ചെയ്യാതെ പിന്നെയും പുതിയ മാസ്റ്റർ സിലിണ്ടർ കയറി കഴിഞ്ഞാൽ പിന്നെയും കുറേ കാലം കഴിയുമ്പോഴത്തേക്കും മാസ്റ്റർ സിലിണ്ടർ ഡാമേജ് ആണുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ട് പുതിയ മാസ്റ്റർ സിലിണ്ടർ ഇത് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ പുതിയ മാസ്റ്റർ സിലിണ്ടർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കപ്പിൻ്റെ ബോട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഇത് നമ്മൾ ഓൾറെഡി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉള്ള അഴുക്കും കാര്യങ്ങളും എല്ലാം കളഞ്ഞിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് നിൽക്കാത്ത രീതിയിൽ നല്ലപോലെ എയർ അടിച്ച് ഡ്രൈ ആക്കി ഇട്ട് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. ഇനി സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ 2 സ്ക്രൂ നമ്മൾ നേരത്തെ അഴിച്ച സ്ക്രൂ ആണ്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തള്ളി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്തോട്ട് എടുത്തു വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫുള്ളായിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്രൂ കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് അതുപോലെ 2 സ്ക്രൂ ഫിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ സ്ക്രൂ കയറ്റി കഴിഞ്ഞാൽ പിന്നീട് കറക്റ്റായിട്ട് തന്നെ അത് ലോക്കാവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് അങ്ങനെ ഒത്തിരി ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. കാരണം പിന്നീട് നമുക്ക് മാസ്റ്റർ സിലിണ്ടർ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓവർ ടൈറ്റ് ആണെന്ന് പിന്നെ വെട്ടിപ്പൊട്ടിച്ച് എടുക്കുന്ന സമയത്ത് പിന്നെ ടാങ്ക് ഉൾപ്പെടെ നമുക്ക് മാറേണ്ട ആവശ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇതിനെ സംബന്ധിച്ചിടത്തോളം ടാങ്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാസ്റ്റർ സിലിണ്ടർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഇതിൻ്റെ ഡസ്റ്റ് കവറും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് കളയാം. ഇനി നമുക്കിത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ പിന്നും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റർ സിലിണ്ടറും ഫുൾ ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ അതുപോലെ തന്നെ ഫ്ലൂഡും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലൂഡ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരെ ഫ്ലൂഡ് നിപ്പ് കൊണ്ട് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന 12-ൻ്റെ നട്ട് വിത്ത് വാഷർ, സ്പ്രിംഗ് വാഷർ, അതുപോലെ തന്നെ ഇവിടെ വരുന്ന 12 നട്ട് വിത്ത് സ്പ്രിംഗ് വാഷർ പൈപ്പുകളെല്ലാം ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി എയറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ എയർ എടുത്ത് കഴിഞ്ഞിട്ട് പമ്പ് ചെയ്ത് പിടിച്ചുകൊണ്ട് പെഡൽ താന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ താന്ന് പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വീലിന് എയർ കയറിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് എയർ എടുക്കുക. മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് എയർ എടുത്തതിന് ശേഷം പിന്നെയും പെഡൽ താന്നുണ്ടെങ്കിൽ 4 വീലിൽ നിന്നും എയർ എടുക്കുക. 4 വീലിൽ നിന്നും എയർ എടുത്തിട്ട് താന്ന് പോകുന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ വേറെ എവിടെയെങ്കിലും ചെറിയ ലീക്കോ കാര്യങ്ങളോ കാണും. ഇതിനെ സംബന്ധിച്ച് അതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ മാസ്റ്റർ സിലിണ്ടർ കയറ്റുന്ന സമയത്ത് ഈ ത്രെഡ് ആദ്യം പിടിപ്പിക്കുക. ഈ 4 ത്രെഡും പിടിപ്പിച്ചതിന് ശേഷം മാത്രം, താഴത്തെ പൈപ്പിൻ്റെ ത്രെഡ് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഈ കാണുന്ന ഇവിടെ വരുന്ന ബോൾട്ട് നട്ടും അതുപോലെ തന്നെ ഈ കാണുന്ന താഴെ വരുന്ന മാസ്റ്റർ സിലിണ്ടർ നട്ടും 12-ൻ്റെ മുറുക്കാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ത്രെഡ് ക്രോസ് ആണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ സിലിണ്ടർ ഡാമേജ് ആയിട്ട് പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പെഡൽ ചവിട്ടുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നിപ്പുകൊണ്ട് പെഡൽ താഴുന്ന അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നേരത്തെ ഈ പെഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടുന്ന സമയത്ത് ക്ലച്ച് താന്നു പോകുന്ന പോലെ പെഡൽ താഴെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇടിക്കുന്നുണ്ട്. കാരണം നമ്മളത് കണ്ടാണ് മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഭാഗത്തുനിന്ന് ലീക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ പഴയ മാസ്റ്റർ സിലിണ്ടർ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ തുരുമ്പും കാര്യങ്ങളൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ കയറി കിടക്കുന്നത്. ഇതിനകത്ത് മൊത്തം ചെളി അഴുക്കും കാര്യങ്ങളുമായിരുന്നു. നമ്മളിപ്പോൾ എയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലൂഡ് കറക്റ്റ് സമയത്ത് തന്നെ മാറില്ല. ഫ്ലൂഡ് മാറാതെ വന്നു കഴിഞ്ഞാൽ വീൽ സിലിണ്ടർ അതുപോലെ തന്നെ മാസ്റ്റർ സിലിണ്ടറൊക്കെ ഡാമേജ് ആവാൻ ഏത് വണ്ടിയുടെ ഇടയിലും ചാൻസ് കൂടുതലാണ്. പിന്നെ അത് വലിയൊരു എക്സ്പെൻസീവിലേക്കൊക്കെ അത് നയിച്ചെന്ന് വരാം. അപ്പോൾ മാരുതി സുസുക്കി 800-ൻ്റെ ബ്രേക്ക് പെഡൽ താന്നു പോകുന്ന കംപ്ലൈൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. അതിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.